വസല്ലം സഹാബ പറയാണ്, ഞങ്ങളുടെ ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു, അധ്യാപനം നടത്തി. അത്തഅവ്വുദ, നിങ്ങൾ കാവലിനെ തേടണം എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, മിനൽ കസൽ, ഉദാസീനതയിൽ നിന്ന്, അലംഭാവങ്ങളിൽ നിന്ന്, ആലസ്യങ്ങളിൽ നിന്ന്, മടിയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണേ. എന്നിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ദുആ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ കസൽ, പടച്ചോ മിനൽ അജ്സി വൽ കസൽ, അശക്തിയിൽ നിന്ന്, ദൗർബല്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഉദാസീനതയിൽ നിന്ന്. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് തമ്പുരാനെ. എന്റെ ശത്രു ഇബ്ലീസാണ്. അവൻ ആദ്യം എന്നിൽ പ്രയോഗിക്കുന്നത് ഉദാസീനതയാണ്, മടിയാണ്. ആ മടി വന്നു കഴിഞ്ഞാൽ പോയി തീർന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം. പിന്നെ മടിയോട് ആവരണം ചെയ്ത ഒരു ജീവിത രീതിയാണ് പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം. എന്തിനോടും മടുപ്പാണ്, ഒഴിഞ്ഞിരിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു പണിക്ക് വിളിച്ചാൽ വലിയ അസ്വസ്ഥതയാണ്. ഒരു പണിക്ക് പോയിക്കൂടെ എന്ന് ഒരു ബന്ധപ്പെട്ട ഒരാൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ അയാളെ ശത്രുസ്ഥാനത്ത് നിർത്താനുള്ള മനോഭാവമാണ്. ഇത് ഇബ്ലീസ് നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, ഇന്നൽ ഇസ്ലാമ യുഹിബ്ബുൽ അമല വയക്റഹുൽ കസ്ല. എന്റെ ദീന്, നിങ്ങളുടെ ദീന്, നമ്മുടെ എല്ലാവരുടെയും ദീനാകുന്ന ഇസ്ലാം യുഹിബ്ബുൽ അമല, ഒരു മനുഷ്യൻ പണിയെടുക്കുന്നത് ഇഷ്ടപ്പെടുന്ന മതമാണ്. വയക്റഹുൽ കസ്ല, അതിന്റെ വിപരീതമായ അവനിങ്ങനെ നിഷ്ക്രിയനായിട്ട് മടിയോടുകൂടെ ഇരിക്കുന്നത് നമ്മുടെ ദീനിന് പുച്ഛമാണ്, വെറുപ്പാണ്. അതുകൊണ്ട് പണിക്ക് പോവാത്ത, പണിയെടുക്കാത്ത മടിയനോട് എനിക്കും വെറുപ്പാണ് എന്ന് ഇമാം അലി സയ്യിദുനാ കറമല്ലാഹു വജ്ഹ അലിയാർ തങ്ങൾ പറഞ്ഞാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്.